ഹലോ ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വളരെ പരിചിതമായ വിഷ്വൽ തന്നെയാണിത്. തിരുവനന്തപുരം എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഏതാ സ്ഥലമെന്ന്. നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ സാറ്റലൈറ്റ് വ്യൂ എന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളീ കണ്ടുവരുന്നത്. നമ്മുടെ ചാനലാവട്ടെ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഷിപ്പിനെ ട്രാക്ക് ചെയ്ത് വിഴിഞ്ഞം പോർട്ടിലെത്തുന്നവരുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന പോർട്ടിൻ്റെ വിഷ്വൽ, അതായത് നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വിഷ്വൽ വീഡിയോ ആയിട്ട് തന്നെ അപ്ഡേഷനായിട്ട് എത്തിക്കുന്നുണ്ട്. ഈ ഒരു വിഷ്വൽ വരാൻ കാരണം നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ വർക്ക് എത്രത്തോളമായെന്ന് നമുക്ക് വിഷ്വലിലൂടെ കണ്ട് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതിനായി നമുക്ക് മെഷർമെൻറ്റിലൂടെ, വ്യക്തമായിട്ടുള്ള മെഷർമെൻറ്റിലൂടെ നമുക്ക് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതുപോലെ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും അപ്ഡേറ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട്, മെഷർമെൻറ്റ് അപ്ഡേറ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ സാറ്റലൈറ്റ് വ്യൂ ആയ സെൻറ്റിനൽ ഹബിൽ നിന്നും നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കും. ഇത് ഞാൻ ആദ്യമായി അപ്ലോഡ് ചെയ്യുന്ന ഇവിടെയില്ല, ഓരോ ആഴ്ചയിലും ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പറ്റാത്ത നമ്മൾ ചെറിയൊരു മഴ പെയ്താൽ ഇങ്ങനെ ക്ലൗഡ് ഇങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് വിഷ്വൽ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ലാഗ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ പ്രോജക്റ്റാണ്, അതായത് PPP മോഡലിൽ പണിത വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെയും നിങ്ങളുടെയും പ്രൊജക്റ്റ് തന്നെയാണിത്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ഫേസ്ബുക്കിൽ ട്രിവാൻഡ്രം തമ്പാൻ എന്നൊരു പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദയവായി ഫേസ്ബുക്ക് വഴിയാണെങ്കിൽ വളരെ വേഗത്തിൽ നമ്മുടെ ഈ പ്രൊജക്റ്റ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായി സാധിക്കും. ആ ഒരു സപ്പോർട്ട് കൂടി, ഇതുവരെ തന്ന സപ്പോർട്ടിനോടൊപ്പം ആ ഒരു സപ്പോർട്ട് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രിവാൻഡ്രം തമ്പാൻ എന്നാണ് ഫേസ്ബുക്കിലുമുള്ളത്. നമുക്കിന്നെ വീഡിയോ മെഷർമെൻറ്റിലേക്ക് പോകാം. പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടറിൻ്റെ മെഷർമെൻറ്റിലേക്കാണ് നമ്മൾ ആദ്യമായി പോകുന്നതിന് മുന്നേ നമുക്ക് ഡേറ്റ് നോക്കാം. 26/7/2024, 2 ദിവസം മുന്നേ ഉള്ള അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് മെഷർമെൻറ്റ് വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ മെഷർ ചെയ്യാവുന്നതാണ്. ലക്ഷക്കണക്കിന് ടൺ നാച്ചുറൽ സ്റ്റോണാണ് നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്. ഏതാണ്ട് 57 ലക്ഷം ടണ്ണ്, 50 മുതൽ 60 ലക്ഷം ടണ്ണിനകത്ത് വരെ നാച്ചുറൽ സ്റ്റോൺ ആയിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക് വാട്ടർ പണി കംപ്ലീറ്റ് ആയപ്പോൾ. ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിനകത്തുള്ളത് 10 മീറ്റർ വീതിയുള്ള ഒരു റോഡിൻ്റെ വർക്കും സ്ലാബിൻ്റെ വർക്കും നടക്കുന്നത് വീഡിയോയിലൂടെ ഞാൻ വ്യക്തമായിട്ട് പലപ്പോഴായിട്ട് ഞാൻ പറയാറുണ്ട്. ആ വർക്കാണ് ഇപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ അകത്തിലൂടെ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ അകത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിയും. നിലവിൽ ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ 100% കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും ഈ 10 മീറ്റർ റോഡിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞാൽ മാത്രമേ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ 100% കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്ലാബ് ഇട്ട വർക്ക് എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയത് നമുക്ക് ആ മെഷർമെൻറ്റോടെ നമുക്ക് നോക്കാം. നമ്മൾ ഈ സ്ലാബ് ഇട്ട വർക്കിനെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്നൊരു വൈറ്റ് കളർ പോർഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സ്ലാബിൻ്റെ വർക്കുകൾ നടക്കുന്നത്. നമുക്ക് ആ മെഷർമെൻറ്റ് എടുക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സ്ലാബിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എൻഡ് ഓൺ ഡംപിങ് നടക്കുന്ന, അല്ല എൻഡ് ഓൺ ഡംപിങ് കഴിഞ്ഞ, അല്ലെങ്കിൽ എൻഡ് പോർഷൻ നിന്ന് അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ലാബിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തും എൻഡ് പോർഷൻ തമ്മിൽ എത്ര മീറ്റർ നീളം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വ്യക്തമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. ഏതാണ്ട് 186 മീറ്ററാണ് നമ്മുടെ ഈ പറയുന്ന സ്ലാബും ഈ പറയുന്ന നിലവിൽ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്. 186 മീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ സ്ലാബിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് എക്സ്റ്റൻഷൻ ഉള്ളത്. നമുക്കിനി അടുത്ത് 1 കിലോമീറ്റർ കൂടിയാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എക്സ്റ്റൻഷനിലേക്കുള്ളത്. അത് നമുക്ക് പോകാം. അതിന് മുന്നേ ആയി നമുക്ക് എത്രത്തോളമാണ് സ്ലാബ് വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലൂടെ നമ്മൾ കണ്ടതല്ലാതെ എത്ര ദൂരം സ്ലാബിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കാം. ദ വൈറ്റ് പോർഷൻ നമുക്ക് ആ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിലൂടെയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഏതാണ്ട് 289 മീറ്റർ, ചെറിയൊരു വേരിയേഷൻ, പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ വരും. 5 ദിവസം കൂടുമ്പോഴുള്ള അപ്ഡേഷനാണ് നമ്മൾ വരുന്നത്. അതായത് കഴിഞ്ഞ 5 ദിവസത്തെ അപ്ഡേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ കൂടിക്കാണും, 289 എന്നുള്ള ചിലപ്പോൾ 300 മീറ്റർ ആയി കാണും. എന്നാൽ നമുക്ക് അടുത്ത മെഷർമെൻറ്റിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നിലവിൽ 289 മീറ്ററാണ്
ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിലേക്ക് ആ പറയുന്ന 10 മീറ്റർ വീതിയുള്ള റോഡിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ഫില്ല് ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നത്. നമ്മൾ ഈ കാണുന്ന 2960 മീറ്റർ നമുക്ക് ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന സ്ലാബുകൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർക്കുകളെല്ലാം ഡേ നൈറ്റ് നടക്കുന്ന കാരണം നമുക്ക് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ഓരോ ആഴ്ചയും ഓരോ മാസങ്ങൾ പോകുമ്പോൾ ഈ വർക്ക് ഫാസ്റ്റായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പോർഷനിലൊരു ഈ പറയുന്ന ഒരു ക്രെയിന്, ഒരു മഞ്ഞ കളറുള്ള ക്രെയിനും കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. എപ്പോഴായിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ ഒരു പച്ച നിറത്തിലുള്ള ക്രെയിൻ എപ്പോഴും കാണാറുണ്ട്. ആ ക്രെയിനും നമ്മളിപ്പോൾ ഈ പറയുന്ന പോർഷൻ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ പറയുന്ന ഇഞ്ചിലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ കൊണ്ടുവന്ന പ്ലേസിലേക്ക് ആ ക്രെയിന് മാറ്റിയതും ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാണാത്തവർ ദയവായി പോർട്ട് അപ്ഡേഷൻ്റെ അല്ലെങ്കിൽ വർക്ക് അപ്ഡേഷൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമുക്കിനി അടുത്തറിയേണ്ടത് ബെർത്ത്, നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെയും യാർഡ് എക്സ്റ്റൻഷൻ്റെയും മെഷർമെൻറ്റാണ് നമുക്ക് അറിയേണ്ടത്. ആ വർക്കിലേക്ക് പോകാം. എസ് ക്രെയിനുകളോട് നിറഞ്ഞ ബെർത്ത് പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്കിനി ബെർത്തിൻ്റെ മെഷർമെൻറ്റിലോട്ട് പോകാൻ വളരെ ഈസി ആയിട്ട് ബെർത്തിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 800 മീറ്റർ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 800 മീറ്റർ ഫസ്റ്റ് ഫേസിൽ ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രേക്ക് വാട്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2960 മീറ്റർ ആണെങ്കിൽ ബെർത്തിൻ്റെയും 800 മീറ്റർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്കെല്ലാവർക്കും ചെറിയൊരു ക്യൂരിയോസിറ്റി കാണും, എത്ര മീറ്ററാണ് നീളം. 800 മീറ്റർ ആണെങ്കിലും ഈ ബെർത്തിൻ്റെ വീതി എത്ര മീറ്റർ ആണെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കും. ഇത് ഏതാണ്ട് 64 മീറ്ററാണ് കാണിക്കുന്നത്. പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ വരും. ശരിക്കും ഒന്ന് ബെർത്തിൻ്റെ വീതി വന്നിട്ട് ഏതാണ്ട് 60-65 മീറ്റർ ആയിരിക്കും ബെർത്തിൻ്റെ വീതി വരുന്നത്. ഫസ്റ്റ് ഫേസിൽ 800 മീറ്ററോളം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ അറിയേണ്ടത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ ബെർത്ത് യാർഡ് പോർഷൻ. ഇനി യാർഡ് പോർഷൻ്റെ വർക്കാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ വർക്കാണ് യാർഡ് പോർഷൻ്റെ വർക്ക്. യാർഡ് പോർഷൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന ബെർത്തിൻ്റെ എൻഡ് പോർഷൻ എന്ന ഒരു നിർമ്മിതി ഈ പറയുന്ന യാർഡ് പോർഷൻ്റെ എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് നാച്ചുറൽ സ്റ്റോൺ ഇട്ട് കടലിൽ നിവർത്തിയെടുക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഒരു നിർമ്മിതി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ലെന്ത് നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴേ അതിൻ്റെ ഹൈറ്റ് കൂട്ടി വരുമായിരുന്നു. വേറൊന്നിനുമല്ല, നമ്മൾ ഈ കാണുന്ന യാർഡ് എക്സ്റ്റൻഷൻ ബെർത്തിനും ഒരേ ലെവലാക്കാൻ വേണ്ടിയാണ് ആ ഒരു വർക്ക് നടക്കുന്നത്. അത് ഏതാണ്ട് 195 മീറ്ററോളം, അതിൽ കൂടുതലും കാണും. നിലവിൽ നമ്മൾ ഈ പോർഷൻ മാത്രമേ മെഷർമെൻറ്റ് എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ മാത്രം നമുക്ക് 195 മീറ്റർ നിലവിൽ ഈ പറയുന്ന ട്രെഡ്ജ് ചെയ്ത മണൽ കൊണ്ട് നികത്തിയെടുത്ത കടലിൻ്റെ പോർഷനിലോട്ട് പോകണമെങ്കിൽ വെറും കടൽ മാത്രം നിൽക്കുന്ന ഈ പ്ലേസ് മാത്രം നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് എൻഡ് പോർഷൻ മുതൽ ഇപ്പം നമുക്ക് ഈ പറയുന്ന കടലിൻ്റെ നീല കളർ കാണുന്ന പ്ലേസ് വരെ മാത്രമാണെങ്കിൽ 102 മീറ്ററാണ്. അവിടെയാണ് ഹൈറ്റ് കൂട്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പറയുന്ന യാർഡ് എക്സ്റ്റൻഷൻ്റെ യാർഡ് എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ആവശ്യമായിട്ടുള്ള ബെർത്തിനോട് ചേർന്ന പെയറിലാക്കാൻ വേണ്ടി, ഒരേ ലെവലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വർക്ക് അവിടെ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗം 2 പോർഷനായിട്ട് കാണാൻ സാധിക്കും. ഈ പറയുന്ന യാർഡ് ക്രെയിനുകൾ കൊണ്ട് നിറഞ്ഞ ഇൻ്റർലോക്ക് 100% കംപ്ലീറ്റായി വർക്ക് ചെയ്യുന്ന യാർഡ് പോർഷനും, അതുമാത്രമല്ല ഇപ്പോൾ നാച്ചുറൽ സാൻഡ് മാത്രമുള്ള യാർഡ് പോർഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൊട്ടു മുന്നേ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന സാൻ ഫെർണാണ്ടോ വന്ന സമയത്ത് ഈ പോർഷനിലാണ് നമ്മുടെ ഫങ്ഷനൊക്കെ നടത്തിയത്. പലർക്കും എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ബെർത്ത് 800 മീറ്റർ കംപ്ലീറ്റ് ആയിട്ട് സാൻ ഫെർണാണ്ടോയെ പോലെയുള്ള, അതായത് അല്ലെങ്കിൽ 300 മീറ്റർ നീളമുള്ള 2 ഷിപ്പുകൾക്ക് ഒരേ സമയം എന്തുകൊണ്ട് മൂറിങ് നടത്താൻ സാധിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ബെർത്ത് ചെയ്യാൻ സാധിക്കാതിരുന്നത്? 800 മീറ്ററോളം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അതിനുള്ള മറുപടിയാണ് നമ്മൾ ഈ കാണുന്നത്. യാർഡ് പോർഷൻ്റെ കുറച്ച് പോർഷന് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. നമുക്കത് നോക്കാം. നമ്മൾ ബെർത്തുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ ആ മെഷർമെൻറ്റ് നോക്കുന്നത്. ബെർത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഈ പറയുന്ന 3 STS ക്രെയിൻ, ലാസ്റ്റായിട്ടിരിക്കുന്ന 3 STS ക്രെയിൻ്റെ മൂന്നാമത്തെ STS ക്രെയിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 492 മീറ്ററാണ് നിലവിൽ ഈ യാർഡ് പോർഷൻ ബെർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പേരലായിട്ടിരിക്കുന്ന യാർഡ് പോർഷൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ 500 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏതാണ്ട് 300 മീറ്ററോളം, അതായത് നമ്മുടെ ബെർത്തിൻ്റെ 300 മീറ്ററോളം വരുന്ന ഭാഗത്താണ് ഈ പറയുന്ന യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഷിപ്പുകൾക്ക് ഇവിടെ മൂറിങ് ചെയ്യാൻ സാധിക്കാത്തത്. തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റായിട്ട് ഈ പോർഷൻസ് എല്ലാം നമ്മൾ വീഡിയോ എടുത്ത സമയത്തെല്ലാം പറയുണ്ടായിരുന്നു, ഇവിടെ ഇപ്പോൾ നാച്ചുറൽ സാൻഡുകളെല്ലാം ഫില്ല് ചെയ്ത് ലെവൽ ചെയ്ത് ഇനി ഇൻ്റർലോക്കിലേക്ക് പോവുകയാണ്. ഇൻ്റർലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് രണ്ട് ഷിപ്പുകൾക്ക്, രണ്ട് വലിയ ഷിപ്പുകൾക്ക് 350 മീറ്ററുള്ള ഷിപ്പായാലും 400 മീറ്ററിൻ്റെ ഒരു 400 മീറ്റർ ഷിപ്പും അല്ലെങ്കിൽ ഒരു 350 മീറ്റർ ഷിപ്പും, കാരണം 800 മീറ്ററിൻ്റെ ഇടയ്ക്ക് 800 മീറ്റർ കംപ്ലീറ്റ് ആയെങ്കിൽ 400 മീറ്ററിന് രണ്ട് ഷിപ്പ് ഒരേ സമയം ഒരു കാരണവശാലും മൂറിങ് പറ്റില്ല, കാരണം ഒരു ഗ്യാപ്പ് ഏതായാലും വേണം. അങ്ങനെയാണെങ്കിൽ 350 മീറ്ററിൻ്റെ ഒരു ഷിപ്പും 400 മീറ്ററിൻ്റെ ഷിപ്പും, ഈ ഷിപ്പുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മുടെ പോർട്ടിനകത്ത് ബെർത്തിങ്ങിന് വരുമ്പോൾ എനിക്കറിയില്ല, മിനിമം ഒരു 50 മീറ്ററെങ്കിലും ഡിഫറൻസ് വേണമായിരിക്കാം. അപ്പോൾ നിലവിൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സാൻ ഫെർണാണ്ടോയെ പോലുള്ള രണ്ട് ഷിപ്പുകൾക്ക് ഉറപ്പായിട്ടും, അല്ലെങ്കിൽ 400 മീറ്ററിന് വെളിയിലുള്ള ഒരു ഷിപ്പും സാൻ ഫെർണാണ്ടോയെ പോലൊരു ഷിപ്പും, അതായത് 400, 300, 700 മീറ്ററുള്ള ഷിപ്പുകൾക്ക്, നിലവിൽ 700 മീറ്റർ വരുന്ന രണ്ട് ഷിപ്പുകൾക്ക്, അതായത് 400, 300, അങ്ങനെ 700 മീറ്റർ ടോട്ടൽ എന്ത് വരുന്ന ഷിപ്പുകൾക്ക് 800 മീറ്റർ ബെർത്തിൽ ഉറപ്പായിട്ടും മൂറിങ് നടത്താൻ സാധിക്കും. രണ്ട് ഷിപ്പുകൾക്ക് ഒരേ സമയം സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഒരു ഷിപ്പിൽ കണ്ടെയ്നർ കൊണ്ടുവന്ന് പോർട്ടിൽ വെച്ചാലും മറു ഷിപ്പിൽ നിലവിൽ പോർട്ടിലുള്ള കണ്ടെയ്നർ ഈ ഫീഡർ വെസലിലൊക്കെ ആണെങ്കിൽ മദർ ഷിപ്പ് വന്ന് 400 മീറ്റർ ഒരു മദർ ഷിപ്പ് ഇവിടെ വന്ന് നിന്ന് മൂറിങ് നടത്തി ഈ പറയുന്ന കണ്ടെയ്നർ നമ്മളെ പോർട്ടിൽ ഇറക്കി വെച്ചാലും നമ്മൾ ഈ പറയുന്ന ഈ നിലവിൽ ചെറിയ ഷിപ്പുകൾക്ക്, ഫീഡർ വെസലുകൾക്ക് നിലവിൽ വന്നു നിന്ന് ലോഡിങ് നടത്തി തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉറപ്പായിട്ടും ഈ 800 മീറ്റർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് സാധിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതുതന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നതും. വളരെ ഫാസ്റ്റായിട്ട് ഈ വർക്കുകൾ കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും മെഷർമെൻറ്റിലേക്കാണ് നമ്മൾ പോയി കഴിഞ്ഞത്. നമുക്കിനി ഫസ്റ്റ് ഫേസിലേക്ക് ആവശ്യമായി വരുന്നത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന NH66 നമ്മൾ ഈ കാണുന്ന ഒരു കണക്ഷൻ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ടും നമ്മൾ ഈ സാറ്റലൈറ്റ് വ്യൂ എടുക്കുമ്പോൾ ആ പറയുന്ന റോഡിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന ഈ റോഡിൻ്റെ വൈറ്റ് പോർഷനൊക്കെ കാണുന്നതെല്ലാം ഇൻ്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി ഈ ഇവിടെ 2-3 കുളമുണ്ട്. ഈ കുളത്തിൻ്റെ മുകളിൽ കൂടി ഒരു പാലവും പണിതിട്ടുണ്ട്. ഇനി കുറച്ച് പോർഷനാണ് ഇനി NH66 കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ടോട്ടൽ എത്ര മീറ്ററാണ് എന്ന് നമുക്ക് നോക്കാം. നിലവിൽ നമുക്ക് ഈ പറയുന്ന റൗണ്ടിൻ്റെ അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ റോഡിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. ചെറിയൊരു വേരിയേഷൻ വരും, എന്നാലും നമുക്ക് നോക്കാം. 1700 മീറ്ററാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ പോർട്ടും NH66 തമ്മിലുള്ള കണക്ഷൻ. വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, മെഷർമെൻറ്റിലൂടെ തന്നെ മനസ്സിലാവും. 1700 മീറ്ററാണ്. ഇനി നമുക്ക് എത്ര മീറ്ററാണ് ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത്. ഈ വൈറ്റ് പോർഷൻ ഇൻ്റർലോക്ക് ഇട്ട പോർഷനാണെന്ന് ഞാൻ പറഞ്ഞു. അത് പോയിട്ട് ഒരു പച്ചപ്പ് നിറഞ്ഞ ഭാഗങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. അവിടെ വർക്കൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ വർക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ പച്ചപ്പിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഉണ്ടോ, ഏതാണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 348 ഇവിടെ ഒരു പാലമുണ്ട്. എനിക്ക് ആ പാലം അറിയാം. ഏതാണ്ട് ഇവിടത്തേക്കാണെങ്കിൽ ഏതാണ്ട് 231 മീറ്റർ, 200 അല്ലെങ്കിൽ 250 മീറ്റർ, 250 മീറ്ററാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ പോർട്ടും നമ്മൾ ഈ കാണുന്ന NH66 തമ്മിൽ കണക്ഷൻ റോഡിൻ്റെ ഭാഗമായിട്ട്, ഫസ്റ്റ് ഫേസിൽ കണക്ഷൻ റോഡിൻ്റെ ഭാഗമായിട്ട് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് മാക്സിമം 250 മീറ്ററാണ്. ആ പോർഷൻ്റെ വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ഫസ്റ്റ് ഫേസിൽ കണക്ഷൻ റോഡ്, പോർട്ട് മാറ്റിപ്പോൾ നിലവിൽ കണക്ഷൻ റോഡൊന്നുമില്ല, കണക്ഷൻ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. അതോടൊപ്പം തന്നെ റെയിൽവേൻ്റെ വർക്കും സ്റ്റാർട്ടായിട്ടില്ല, നിലവിൽ ചർച്ചകൾ നടക്കുന്നു. DPR എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. വ്യക്തമായിട്ട് നമുക്ക് ഏതുകൊണ്ട് 10.7 കിലോമീറ്ററാണ് ബാലരാമപുരം. ഇപ്പം നമുക്കിത് ബാലരാമപുരം കാണാൻ സാധിക്കും. ബാലരാമപുരം മുതൽ നമ്മുടെ ഈ പറയുന്ന ഹാർബറിൻ്റെ അടുത്തുകൂടി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് പ്രവേശിക്കുന്ന തുരങ്കപാത, ഏതാണ്ട് 9.5 കിലോമീറ്റർ തുരങ്കപാതയും ബാക്കിയുള്ള പോർഷൻസ്, നമ്മുടെ പോർട്ടിലേക്ക് കയറുന്ന പോർഷൻസ് കരയിലൂടെ എന്നാണ്, അല്ലെങ്കിൽ തുരങ്കത്തിൻ്റെ വെളിയിലൂടെ എന്നാണ് അറിയാൻ സാധിച്ചത്. ആ വർക്കിൻ്റെ DPR കഴിഞ്ഞ് വർക്കെല്ലാം ഉടൻ തന്നെ സ്റ്റാർട്ടാവും. 2 വർഷത്തോളമായിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആവും എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ചാനലിലൂടെ അപ്ഡേഷൻ തരുന്നതായിരിക്കും. ഇനി നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളെ പോർട്ടും ഹാർബറും നമ്മൾ ഡിസ്റ്റൻസ് നോക്കാം. എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു 300-350 മീറ്ററാണ് പറയുന്നുള്ളത്. നമുക്ക് ആ മെഷർമെൻറ്റിലൂടെ നമുക്ക് നോക്കാം. 341 മീറ്റർ അല്ലെങ്കിൽ 350 മീറ്ററാണ് നമ്മുടെ ഈ പോർട്ടും നമ്മുടെ ഹാർബറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മൾ
നമ്മൾ ഈ കാണുന്ന ഈ വ്യൂ പോയിന്റിൽ, അതായത് ഹാർബറിൻ്റെ അടുത്തുള്ള ഈ വ്യൂ പോയിന്റിൽ നിന്നാണ് എല്ലാവരും പോർട്ടിലേക്ക് നോക്കുന്നത്. അതായത് നിങ്ങൾ നോക്കുന്ന വ്യൂ പോയിന്റ് എത്ര മീറ്റർ പോർട്ടിന് നമുക്ക് നോക്കാം. ഈ പറയുന്ന കപ്പൽ വന്ന് നിൽക്കുന്ന സ്ഥലമല്ല, ഏതാണ്ട് 774 മീറ്ററാണ്. അതായത് ഈ ചരിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ, കറക്റ്റായിട്ട് നോക്കുമ്പോൾ ഈ വശത്താണ് ധാരാളമായ ആൾക്കാർ ഇന്ന് നമ്മുടെ പോർട്ടിലേക്ക് നോക്കുന്നത്. ഏതാണ്ട് 500 മുതൽ 700 മീറ്റർ വരെ ഐ കോണ്ടാക്റ്റിലാണ് നിങ്ങൾ ഈ പറഞ്ഞ പോർട്ട് കാണുന്നത്. ഏറ്റവും അടുത്തുള്ള വിഷ്വൽ തന്നെയാണ് ഈ ഹാർബറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് പോർട്ട് കാണാൻ പറ്റുന്ന വിഷ്വൽ. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വ്യക്തമായിട്ട് നിങ്ങൾ കയറി നോക്കുക. നമ്മുടെ റോഡിൽ നിന്നും, അതായത് കോവളം ഭാഗത്തു നിന്നും നമ്മൾ ഈ പോർട്ട് കാണുന്നത് വരെ ഞാൻ വ്യക്തമായിട്ട് റോഡിലൂടെ വരുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആരുടെയും ചോദിക്കേണ്ട കാര്യമില്ല, വ്യക്തമായിട്ട് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് 2 വ്യൂ പോയിന്റിലെത്താം. ഒരു വ്യൂ പോയിന്റ് നമ്മുടെ ഈ പറയുന്ന ഹാർബറിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന പോർട്ടിലേക്ക് നോക്കാം. 500 മുതൽ 700 മീറ്റർ വരെയാണെങ്കിൽ നമുക്ക് ഈ പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബൊളാഡ് പൂൾ ടെസ്റ്റ് നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നുള്ള നമുക്കിതാ ഈ പോർഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ബെർത്ത് പോർഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഷിപ്പ് നിൽക്കുന്ന വരെയുള്ള ലെന്ത് ഏതാണ്ട് 1000 മീറ്ററാണ്, 1008 മീറ്റർ. ഇപ്പം നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് നിന്നിട്ടാണ് നമ്മൾ ഈ പോർഷനിൽ നിന്നും ഈ ബൊളാഡ് പൂൾ ടെസ്റ്റ് നടത്തുന്ന ഭാഗത്തു നിന്നും നിങ്ങൾ ഈ പറയുന്ന പോർട്ടിലേക്ക് നോക്കുന്ന ഐ കോണ്ടാക്റ്റ് ഏതാണ്ട് 1 കിലോമീറ്ററോളം ഉണ്ട്. അതിനെക്കാട്ടിയും കുറച്ചുകൂടി അടുത്താണ് ഈ ബെർത്തിൻ്റെ പോർഷനിലേക്ക് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ പറയുന്ന ലൈറ്റ് ഹൗസിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് ലെന്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2.28 കിലോമീറ്റർ, 2.5 കിലോമീറ്ററിൻ്റെ അടുത്ത്, 2 കിലോമീറ്റർ മുതൽ 2.5 കിലോമീറ്റർ വരെയാണ്, അല്ലെങ്കിൽ അത്രയും വരെയാണ് നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ ലൈറ്റ് ഹൗസ് മുതൽ നമ്മൾ ഈ പറയുന്ന എൻഡ് പോർഷൻ വരെ, ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ വരെ നമുക്ക് നോക്കാം എത്ര മീറ്റർ ഉണ്ടെന്ന്. 3.61 കിലോമീറ്റർ വരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ബ്രേക്ക് വാട്ടർ ബെർത്ത് എയർ എക്സ്റ്റൻഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഈ പറയുന്ന കോവളം ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 2 കിലോമീറ്റർ മുതൽ 3 കിലോമീറ്റർ വരെയാണ് നമ്മൾ ഐ കോണ്ടാക്റ്റ് വഴി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അവിടെ കയറി നമുക്ക് വീഡിയോയും ഫോട്ടോയും വളരെ വ്യക്തമായിട്ട് ചിത്രീകരിക്കാനും സാധിക്കും. നമ്മൾ കണ്ടത് ഫസ്റ്റ് ഫേസിൽ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴുള്ള സ്ട്രക്ചറാണെങ്കിൽ, ഇനി 2028 4ാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഈ കാണുന്ന ബെർത്ത് എത്ര ലെന്തോളം നീളും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ നമുക്ക് നോക്കാം 1200 മീറ്ററാണ് നമുക്ക് ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആവുന്നത്. 1200 പോർഷൻ കൂടി അഡീഷണൽ ആകുമ്പോൾ ടോട്ടൽ 2000 മീറ്റർ ആവും. ഇപ്പോൾ നിലവിൽ 800 മീറ്റർ ഉണ്ട്. 800 പ്ലസ് 1200 2000 മീറ്ററാണ് നമ്മുടെ ഈ ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതായത് ആഴിമല ക്ഷേത്രം അടുത്താണ്, അതിൻ്റെ തൊട്ട് കുറേ ഇപ്പുറത്ത്. ആഴിമല ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നും പോകില്ല, അതിന് മുന്നേ തന്നെ നമുക്ക് ഈ പറഞ്ഞ ബെർത്തിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുവരെയാണ് ലെന്ത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതായാലും മനസ്സിലായി കാണും. 2000 മീറ്ററോളം ബെർത്തും അതിന് എഗൻസ്റ്റ് മീൻസ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതിൻ്റെ ഇരട്ടിക്കാണ് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നടക്കുന്നത്. അതായത് ഇപ്പോൾ 2960 മീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി 1040 മീറ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് 4000 മീറ്ററിലോട്ടാണ് ഈ പറഞ്ഞ ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു 1000 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആഴിമല ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ അതിന് പേരലാവാൻ ചിലപ്പോൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. 1000 മീറ്റർ കൂടി കംപ്ലീറ്റ് ആകുമ്പോൾ ഈ പറയുന്ന 2028 4000 മീറ്റർ ബ്രേക്ക് വാട്ടറും 2000 മീറ്ററോളം ബെർത്ത് പോർഷൻ, ബെർത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ബ്രേക്ക് വാട്ടർ ഇവിടെയുള്ളത്. കാരണം ഈ ഭാഗത്തെല്ലാം നല്ലൊരു തിരമാല തന്നെയാണുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഭാഗത്തെല്ലാം നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷനുള്ള സ്ഥലത്തെല്ലാം വളരെ ചെറിയ തിരമാല വൈറ്റ് കളർ കാണാൻ സാധിക്കും. പക്ഷേ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഭാഗത്തെല്ലാം തിരമാല ഞാൻ സൂം ഔട്ട് ചെയ്താൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെയൊക്കെ ഹെവി തിരമാല തന്നെയാണ് എപ്പോഴും ഉള്ളതുണ്ടോ, വലിയ തിരമാല തന്നെയുള്ളത്. അതുകൊണ്ട് ബ്രേക്ക് വാട്ടർ 4000 മീറ്ററും 2028 മീറ്റർ. അപ്പോൾ 2000 മീറ്റർ ആകുമ്പോൾ 5 ഷിപ്പുകൾക്ക് ഒരേ സമയം ബെർത്ത് നടത്തി, മൂറിങ് നടത്തി ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും 2028 ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഈ പറഞ്ഞ സാറ്റലൈറ്റ് വ്യൂ ആയ, ഞാൻ എടുത്തു പറയുന്നു, സെൻറ്റിനൽ ഹബിലൂടെയുള്ള മെഷർമെൻറ്റ് അപ്ഡേഷനാണ് നിങ്ങൾ കണ്ടത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, എനിക്ക് യൂട്യൂബിൽ തന്ന ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ ഫേസ്ബുക്ക് പേജായ ട്രിവാൻഡ്രം തമ്മാനിൽ നൽകും എന്ന് പ്രതീക്ഷയാണുള്ളത്. കാരണം ഇത് നമ്മുടെ പ്രൊജക്റ്റാണ്, PPP മോഡലിൽ പണിത നമ്മുടെ പ്രൊജക്റ്റാണ്.
വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം എന്നുള്ളത്. അത് എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കണം. നമ്മളെ ഈ വർക്കെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്, വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാ വർക്കും നടക്കുന്നുണ്ട് എന്ന് എല്ലാവരും അറിയണം. ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണിത്. കാരണം ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ ആകെ മാത്രം ദൂരമുള്ള നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ലോക ശ്രദ്ധ ഉറപ്പായിട്ടും നേടും. താങ്ക് യു ഫ്രണ്ട്സ്.